നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ശൈലി സുഭാഷ്. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ആ മനോഹരമായ യാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്തനംതിട്ട ജില്ലയിലെ വനാന്തരത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് കോന്നിയിൽ നിന്നാണ്. കോന്നി അതുമ്പംകുളം മുണ്ടേമുഴി പാലം വഴി നമ്മൾ അടവിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോന്നി ഡിവിഷനിലുള്ള ഫോറസ്റ്റ് റേഞ്ച് ഏരിയ വഴിയാണ് നമ്മുടെ യാത്ര. വനയാത്രയിൽ നാം വന നിയമങ്ങൾ പാലിച്ചു മാത്രം യാത്ര നടത്തുക. സുരക്ഷാ ബോർഡുകളിലൊക്കെ നിർദ്ദേശങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി മാത്രം യാത്ര തുടരുക. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തത് കോന്നി ഡിവിഷൻ റിസർവ് വനത്തിലൂടെയാണ് യാത്ര. ഇരു സൈഡിലും തേക്ക് മരങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഏരിയയാണ്. അതുകൊണ്ട് റോഡിലൂടെയുള്ള യാത്രയിൽ അതീവ സുരക്ഷ പാലിച്ചു മാത്രം മുന്നോട്ട് യാത്ര തുടരുക. വനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എങ്കിലും നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ വേസ്റ്റ് ഉൽപ്പന്നങ്ങളൊന്നും വനത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക. പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതു കൂടിയാണ്. അടവിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കണ്ട അതിമനോഹരമായ കല്ലാറിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു സ്ഥലമാണിത്. സുന്ദരമായ ഒരു സ്ഥലമാണ്. ആഴമൊക്കെ കുറഞ്ഞ ഒരു മേഖലയാണ് ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര അടവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ യാത്രയിലേക്ക് തുടരാം. ഇവിടം ആനയുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. കമ്പിവേലികൾ കൊണ്ട് സുരക്ഷാ വലയമൊക്കെ തീർത്തിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആരുണ്യകം എന്ന ക്യാൻറ്റീൻ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൻ്റെ സ്വാഗത ബോർഡിൻ്റെ മുൻപിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ഈ പാലം കാണാം. പാലം കല്ലാറിന് കുറുകെയുള്ള മുണ്ടേമുഴി പാലമാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് റോഡ് നമുക്ക് തണ്ണിത്തോട് പോകുന്ന റൂട്ടാണ്. തണ്ണിത്തോട് തേക്കുതോടൊക്കെ പോകുന്ന റൂട്ടാണിത്. ഇവിടുന്ന് നമ്മൾ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൻ്റെ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനിയും അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. മെയിൻ എൻട്രൻസിൽ തന്നെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. കോന്നി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശില്പങ്ങളും ഒക്കെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സെൽഫി പോയിന്റ് കൂടിയാണ് ഇവിടെ. താഴേക്കിറങ്ങിയാൽ അതിവിശാലമായ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പാർക്കിങ്ങിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അടവി ബൗൾ ബോട്ട് സെൻറ്റർ കോന്നി ഇക്കോ ടൂറിസം എന്ന ബോർഡാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങിയാൽ അതിമനോഹരമായ ഗാർഡനിങ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം ഒരു ഫ്രണ്ട്ലി ഹരിത മേഖലയാണ് ഇവിടം. അതിമനോഹരമായ
പൂന്തോട്ടങ്ങളാണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നത്. സുന്ദരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ടൂർ പാക്കേജ് അവൈലബിൾ ആണ്. ഗവി, അടവി, കോന്നി എലിഫന്റ് പാർക്ക്, വെള്ളച്ചാട്ടങ്ങൾ, ഡാമുകൾ, മഞ്ഞും മലയും കാടുമൊക്കെ ചേർന്നുള്ള അതിമനോഹരമായ ടൂർ പാക്കേജ് ഓൺലൈനായും ഓഫ്ലൈനായും ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. കൗണ്ടറിൽ നിന്നും 600 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ 4 പേർക്കാണ് കുട്ടവഞ്ചിയിൽ കയറാൻ കഴിയുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ഓൺലൈൻ ക്യാഷ് ട്രാൻസ്ലേഷൻ മാത്രമേ നിലവിൽ ഉള്ളൂ. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ക്യാൻറ്റീൻ സൗകര്യം അവൈലബിൾ ആണ്. ഇനിയും നമ്മൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. മുളങ്കൂട്ടങ്ങൾ, കുട്ടവഞ്ചി കൊണ്ട് നിർമ്മിച്ച ചെറിയ ഹട്ടുകൾ, അങ്ങനെ മനോഹരമായ കാഴ്ചകൾ. കുട്ടവഞ്ചിയിൽ കയറുന്നതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ തടിപ്പാലം കടന്നാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വേണം കുട്ടവഞ്ചിയിൽ കയറുന്ന സ്ഥലത്തേക്ക് എത്താൻ. വെള്ളം അല്പം കുറവാണെങ്കിലും സവാരിക്കുള്ള വെള്ളം ഉണ്ടെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത്. പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് നമ്മുടെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം. പച്ചപ്പും ഹരിതഭംഗിയും കൊണ്ട് സുന്ദരമാക്കിയ ഒരിടമാണ് ഇവിടം. രണ്ട് ദിവസമായി മഴ അല്പം കുറവായിരുന്നു. അതുകൊണ്ടാണ് നദിയിൽ അല്പം വെള്ളം കുറവായി തോന്നുന്നത്. നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സമയങ്ങളിലും അല്ലാത്തപ്പോഴും സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് കുട്ടവഞ്ചി യാത്ര നടത്തുന്നത്. വഞ്ചിയിലേക്ക് നാം കയറുന്നതിന് മുമ്പ് തന്നെ ഗാർഡുകൾ സേഫ്റ്റി സംവിധാനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഫ്രണ്ട്സായും ഫാമിലിയായും ഒക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ഇടമാണ് നമ്മുടെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം. തീർച്ചയായും വന്നിട്ടില്ലാത്തവർ ഒന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം. ഇവിടേക്ക് വരുവാനുള്ള ഗതാഗത മാർഗം പത്തനംതിട്ട ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്താണ് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ വന്ന് അടവിയിലേക്ക് വരാൻ കഴിയും. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂർ പത്തനാപുരം സൈഡിൽ നിന്ന് വരുന്നവർക്കും കോന്നിയിൽ വന്ന് അടവിയിലേക്ക് വരാൻ കഴിയും. എവിടേക്ക് നോക്കിയാലും അതിമനോഹരമായ ഫോട്ടോ പോയിന്റുകളാണ്, അതുപോലെ ഗ്രീനറി കാഴ്ചകളും. ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. വെള്ളത്തിലൊക്കെ ഇറങ്ങാം. നല്ല ഐസ് പോലുള്ള വെള്ളമാണ്. അപകട സമയങ്ങളിലൊക്കെ ഇറങ്ങുന്നത് നല്ലതല്ല. നീന്തലൊക്കെ അറിയുന്നവർ മാത്രം വെള്ളത്തിൽ ഇറങ്ങുക. നീന്തൽ അറിയാവുന്നവർ പോലും ചില സമയങ്ങളിൽ അപകടങ്ങളിൽ പെടാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഇവിടേക്ക് ഇറങ്ങുക. അടിപൊളി വൈബ് കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്.
ഫോട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയാണ്. അടിപൊളി ലൊക്കേഷനുമാണ്. ഗ്രീനറി കാഴ്ചകൾ ഡബിൾ സൂപ്പർ. പ്രളയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള തടികളൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നത് കാണാം. അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുന്നത്. അതുപോലെ കുട്ടവഞ്ചി സവാരിയോടാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ. ഇവിടെ ബാംബു ഹട്ടുകൾ ഉണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റേറ്റ് 3000 രൂപ എന്നാണ് ഓൺലൈൻ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ യാത്രകളുടെയും മറ്റും വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, ഗുഡ് ബൈ, സീ യു.